കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ചാലപ്പുറം ഡിവിഷൻ CMPക്ക് നൽകിയതിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M. അയ്യൂബ് രാജിക്കത്ത് നൽകി. സമീർ C. മുഹമ്മദ് വിവരങ്ങൾ ചെയ്യുന്നു. സമീർ, ആ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് പൊട്ടിത്തെറിയിലേക്ക് എത്താതിരിക്കാനുള്ള സമവായങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് ഫലം കണ്ടില്ല അല്ലേ? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെയാണ് UDF-നകത്ത്, പ്രത്യേകിച്ചും കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ഡിവിഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നത്. ചാലപ്പുറം വാർഡ് അത് UDF-ൽ CMPക്കാണ് നൽകിയിരുന്നത്. അവിടെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പ്രചാരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് M. അയ്യൂബ് DCC ഓഫീസിലെത്തിയത്. ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. DCC പ്രസിഡന്റ്, അതിനൊപ്പം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. അതിനിടയിലേക്കാണ് രാജിക്കത്തുമായി M. അയ്യൂബ് എത്തുകയും രാജിവെക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ആ കത്ത് DCC പ്രസിഡന്റ് കൈമാറുകയും ചെയ്തത്. ഇപ്പോൾ താൻ മാത്രമായിരിക്കില്ല, പാർട്ടിയിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ ചാലപ്പുറത്ത് പാർട്ടിക്കെതിരായിക്കൊണ്ട് പ്രവർത്തിക്കും, പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് M. അയ്യൂബ് ഇവിടെ എത്തുകയും ഇപ്പോൾ അദ്ദേഹം ആ രാജിക്കത്ത് കൈമാറിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഒരു ചെറിയ വിഭാഗമല്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ ഇപ്പോഴും അവിടെ നടന്നു വരികയാണ്. ഇതിനിടയിലേക്കാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. VM സുധീരൻ ഇപ്പോൾ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അകത്തുണ്ട്. വിവിധ തലങ്ങളിലുള്ള ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്നു. ഇന്നിവിടെ ഒരു അവാർഡ് ദാന പരിപാടി കൂടിയുണ്ട്. ആ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ VM സുധീരൻ എത്തുന്നത്. അത് നൽകുന്നത് രമേശ് ചെന്നിത്തലയുമാണ്. ഏതായാലും ഇതിനിടയിലാണ് ഈ സീറ്റ് ചർച്ചകളും സജീവമായിക്കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഈ അനുനയത്തിനുള്ള ഒരു സാഹചര്യം, അതായത് ഇന്ന് വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച. പക്ഷേ വേറെ പരിപാടിക്ക് വേണ്ടി എത്തുകയാണ്. എന്തായാലും ചാലപ്പുറം ഡിവിഷൻ CMPക്ക് നൽകിയതാണ് അവിടെ പ്രശ്നം പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M. അയ്യൂബ് രാജിക്കത്ത് കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അയ്യൂബിന്റെ പ്രതികരണമുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അതിന്റെ ശേഷം ഞാൻ നിങ്ങളെ വിശദമായി കാണുന്നതായിരിക്കും. ഞാൻ എന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പരാതി ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശേഷം ഞാൻ നിങ്ങളെ കാണും. എൻ്റെ പേര് അയ്യൂബ്. അവര് പറഞ്ഞ ഉറപ്പുണ്ടായി ലംഘിക്കുന്നില്ല. അത്ര സമയം വിളിക്കും, അപ്പം വിളിച്ച് പറയാം, ബാക്കി കംപ്ലീറ്റ് വിവരം പറയും. മറുപടി കിട്ടും. അവിടെ കൊത്തിനുണ്ട്, രാജിക്കത്താണ് കൊടുത്തത്. രാജിക്കത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെ പരാതി ബോധ്യപ്പെടുത്തി കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനല്ല കോൺഗ്രസ്സുകാർ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നു. എന്റെ വ്യക്തിത്വത്തിനല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഞാൻ എന്റെ പാർട്ടിയാണ്, പാർട്ടിക്ക് സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരു സീറ്റ്, അങ്ങനെ അത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് കൂടെ നിൽക്കുന്ന ഒരു അഭിപ്രായമാണ്. സമീർ C. മുഹമ്മദാണ് വാർത്തകൾ വിവരങ്ങളും വെച്ചിരുന്നത്. സമീർ, അപ്പോൾ ഇനിയും ഏതെങ്കിലും ചർച്ചകൾക്കോ ഏതെങ്കിലും കൺസെൻസസിനുള്ള സ്കോപ്പ് ഉണ്ടോ? ഹാഷ്മി, വിശദമായിട്ടുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അയ്യൂബ് പറയുന്നുണ്ട്. വൈകിട്ട് വരെ കാത്തു നിൽക്കും. അതിനുശേഷം അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർന്നുള്ള നടപടിയിലേക്കും തുടർന്നുള്ള പ്രതികരണങ്ങളിലേക്കും പോകും എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് ചില പരാതികളുണ്ട്, തൻ്റെ മാത്രമല്ല, അത് പാർട്ടിക്ക് ഉറച്ച വാർഡാണ്. എങ്ങനെ നിന്നാലും അവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ജയിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഉറച്ച മണ്ഡലം, ഉറച്ച വാർഡ് എന്തിനാണ് CMPക്ക് നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് വേണ്ടി മാത്രമല്ല, UDF-ന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടിക്കൊണ്ടാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടിക്കൊണ്ടാണ് താൻ ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ, ചാലപ്പുറം വാർഡിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണം. ആ നിലപാടിൽ ഒരു പിന്നോട്ട് പോക്കും ഇല്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ പരാതികളെല്ലാം തന്നെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അത് നൽകിയത് രാജിക്കത്താണോ എന്ന ചോദ്യത്തിൽ രാജിക്കത്ത് കൂടി അതിനകത്തുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ചർച്ചയ്ക്കൊടുവിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ല എങ്കിൽ കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കാനും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് പുറത്തു പോയിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് അദ്ദേഹം പോകും എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി പ്രവർത്തകർ തനിക്കൊപ്പം ഉണ്ട് എന്ന കാര്യം കൂടി അയ്യൂബ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അകത്ത് പുരോഗമിക്കുകയാണ്. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടാണ് ഈ ചർച്ച പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിരുന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിപ്പോൾ ഇനിയും വൈകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയിലാണ് അയ്യൂബ് ഇവിടെ എത്തുകയും രാജിക്കത്ത് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.